എം അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യന് മാത്രമല്ല പറഞ്ഞത്, പിന്നെ സാധാരണ മനുഷ്യനായ ഒരു പയ്യന്നാ പറഞ്ഞത്, അറബി പയ്യന്നാ പറഞ്ഞത്. ആരെ സംബന്ധിച്ച്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ഓ സഹോദരന്മാരെ, ഒരു യഹൂദിയും പറഞ്ഞിട്ടില്ല, ഒരു നസ്രാനിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ഈ മുജാഹിദിന്റെ മൗലവി പറയുന്ന ശബ്ദം എന്താ പറഞ്ഞത്? 40 വയസ്സിന് മുമ്പ് ഒരു സാധാ അറേബ്യയിലുള്ള ഒരു സാധാരണ അറബി പയ്യനായിരുന്നു മുഹമ്മദ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. കുറെ ക്രിസ്ത്യാനികളെയും കുറെ ഹൈന്ദവരെയും ഒക്കെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് എം അക്ബർ പറഞ്ഞ വാചകമല്ലേ അത്? മുസ്ലിമീങ്ങൾ ശരിക്കൊന്ന് കേട്ടോ, ഈ മുജാഹിദ് പ്രസ്ഥാനം എത്ര ഗൗരവതരമാണ്, ഈമാനിന് എത്ര അപകടകരമാണ്. ശരിക്കൊന്ന് കേട്ടോ മുജാഹിദിന്റെ മൗലവിയുടെ വാക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ഒരു സാധാരണ അറബി പയ്യനാണ് പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ, ഒരാൾ മുജാഹിദായാൽ അവന്റെ ഗതി എന്താണ്? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ? ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി വഹി എത്തിച്ചു കൊടുത്തത് എവിടെ നിന്നാണ്? ഗാർ ഹിറാ എന്ന് പറയുന്ന ഗുഹയുടെ മേലെ വെച്ചല്ലേ? സാധാരണ അറബി പയ്യന്മാരൊക്കെ മലയുടെ മേലെ ഗുഹയിൽ പോയിട്ട് ഇബാദത്തെടുക്കലാണോ പതിവ്? സാധാരണ അറബി പയ്യന്മാരെ പതിവതാണോ? ചോദിക്കട്ടെ, 40 വയസ്സിന് മുമ്പ് തന്നെ അവിടുന്ന് അവിടെ പോയിട്ട് ഇബാദത്തിലല്ലേ? ചോദിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് തന്നെ എത്ര അത്ഭുതമാണ്, അവിടുത്തെ വളർച്ച എത്ര അത്ഭുതമാണ്, അവിടുത്തെ ജീവിതം എത്ര അത്ഭുതമാണ്. വളരെ മലീമസമായ അന്തരീക്ഷമുള്ള അറേബ്യൻ രാജ്യത്ത് അന്ന് സുബ്ഹാനല്ലാഹ് എല്ലാ രംഗത്തും പരിപൂർണത പുലർത്തി ജീവിച്ചതിനാൽ അൽ അമീൻ, പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും പുകഴ്ത്തി പറഞ്ഞ ആ ചെറുപ്പക്കാരനായ ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എത്രയോ പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും വരക്കില്ല. ഒരൊറ്റ ഹദീസ് ഞാൻ ബർക്കത്തിന് വേണ്ടി പറയട്ടെ. അവിടുന്ന് പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ. എനിക്ക് 40 വയസ്സായി. എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നിങ്ങനെ നമ്മൾ സലാം പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് 40 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ എനിക്ക് സലാം പറയുന്ന കല്ലുണ്ടേ ജനങ്ങളെ, എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. ആ കല്ലിനെ എനിക്കിപ്പോഴും അറിയാം. വൈന്നീ ലഅരിഫുൽ ആൻ, ഇപ്പോഴും എനിക്ക് കല്ലിനെ അറിയാം. എന്റെ കുട്ടിക്കാലത്ത് എന്നെ കാണുമ്പോ സലാം പറയുന്ന കല്ലുണ്ട് ജനങ്ങളെ. കരിങ്കല്ലിനറിയാം, മരക്കഷ്ണത്തിനറിയാം, എല്ലാ സൃഷ്ടികൾക്കും അറിയാം ഇത് സാധാരണക്കാരനല്ല. അതറിയാത്ത മനുഷ്യനല്ലേ ക്രൈസ്തവരോടും ഹൈന്ദവരോടും സംവാദം നടത്തുന്നു എന്ന പേരിൽ മുജാഹിദ് സംവാദം വെച്ചിട്ട് അതാ അവിടെ പോയിട്ട് പറയുന്നു അതൊരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറയുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഇവരുടെ ആദർശം, ഇവരുടെ ആശയം അത് ഈമാനാണോ? അതനുസരിച്ച് ജീവിക്കുന്നവന് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ?
നമ്മളെ മക്കളെ അങ്ങ് മുജാഹിദിന്റെ സ്ഥാപനത്തിലയച്ചാൽ, നമ്മളെ മക്കളെ കൊണ്ടുപോയി മുജാഹിദാക്കിയാൽ, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധാരണ അറബി പയ്യൻ എന്ന് പറയുന്ന ഈ മൗലവിയായിട്ടല്ലേ വളർന്നു വരുന്നത്? നിങ്ങളൊന്ന് ശരിക്കും അതിന്റെ ഗൗരവം ചിന്തിക്കണേ മുസ്ലിമേ. ഞാനിത് കടവത്തൂരിൽ വെച്ച് പറഞ്ഞില്ലേ, വാണിമേലിൽ വെച്ച് പറഞ്ഞില്ലേ, എന്റെ CD-യിൽ അതില്ലേ? വാണിമേലയും കടവത്തൂരിലെ CD നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, ഇതിന് മറുപടി പറഞ്ഞു മൗലവിമാരെ നിങ്ങൾ.